തിരുവചനം തിരുവനന്തപുരമുള്ള പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളെ അതിവാത്സല്യമായ സിംഹസ്വസ്താംനാഥ മഹാകരുണയിലും കൃപയിലും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അങ്ങയുടെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് ഒരുക്കുന്ന അവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, വചനത്തിലുള്ള കർത്താവ് എങ്ങനെ കണ്ടെത്തുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളൊന്നും അല്ല, ഏതുമല്ല കർത്താവ്, ഇത് ഞങ്ങളായിരിക്കുന്ന എൻ്റെ കൃപയെന്നാണ് നിങ്ങൾ അറിയുന്ന കർത്താവ്. പ്രകാരം കർത്താവ് അങ്ങയുടെ കൃപയിൽ തൻ്റെ ജനത്തെ ബലപ്പെടുത്തുവാൻ ഈ വചനത്തിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ എൻ്റെ കരൾ സർപ്പിക്കുന്നു. എൻ്റെ ശബ്ദത്തോടും വാക്കോടും വചസ്ലോടും ഉണ്ടായിരിക്കുന്ന കർത്താവ്. ജനമങ്ങയുടെ വചനമങ്ങയുടെ അടിയനങ്ങയുടെ ഏറ്റവും ലളിതമായ കർത്താവ് തൻ്റെ ജനത്തെ ബലപ്പെടുത്തത്തക്കണം അവിടെ ഇടയാക്കണം. യേശുവിന്റെ പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും അവനു വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു കൺവെൻഷനിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന ഒരു ദൂതിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകളോ പ്രാർത്ഥനാ കൂട്ടായ്മകളോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ. എന്തിന് ഇന്നത്തെ കാലയളവിൽ ചിലപ്പോൾ നാം സാമൂഹിക മാധ്യമങ്ങളിൽ കേൾക്കുന്ന ഒരു വചനഘോഷമായിരിക്കും ദൈവത്തിൻ്റെ ആലോചനയെ നമ്മെ വിളിക്കുവാൻ ഇടയാകുന്നത്. പലപ്പോഴും നമുക്ക് ആ വിളി ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ കഴിയാതെ പോകുന്നത് നമ്മുടെയൊക്കെ വ്യക്തിഗത ജീവിതത്തിൽ നാം എന്തായിരിക്കുന്നെന്നുള്ള ഒരു ചിന്തയാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുവാനോ, അല്ലെങ്കിൽ ആ വിളി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയാതെ പോകുന്നത്. നാം പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ഇത്ര മാത്രമേ ചെയ്യുവാൻ, ചിന്തിക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ കഴിയുകയുള്ളൂ. പക്ഷെ നാം മറന്നുപോകുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ കാലയളവിലും 5 അപ്പവും 2 മീനും കൊണ്ട് 20,000 പേരെ പോഷിപ്പിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ആ വിശ്വാസത്തിലും ആ വിശ്വസ്തതയിൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ നമ്മളെ വിളിച്ച യോഗ്യവണ്ണത്തിനൊത്തവണ്ണം നമ്മളിൽ കൂടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുക്കുക മാത്രമല്ല, നമ്മോട് കൂടെ വസിക്കുന്ന യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവമാക്കുവാൻ കഴിയും. എന്നിട്ടും നാം പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പരിമിതികളില്ലാതെ എനിക്ക് കഴിവില്ല, എനിക്ക് പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ പേര് പറയാതെ എനിക്കതിന് കഴിവില്ലെന്നാണ് നാം പലപ്പോഴും പറയുവാൻ ഇടയാകുന്നത്. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കണം, ഒരുവരെ ദൈവം വിളിക്കുമ്പോൾ ദൈവം അതിനായി വേണ്ടത് സജ്ജമാക്കി കൊടുക്കുക മാത്രമല്ല, അതിനായി ഒരുക്കി അവരെ ബലപ്പെടുത്തത്തക്കോണം ഇടയാക്കുവാൻ കഴിയും. അതാണ് നാം വചനത്തിൽ പലപ്പോഴും വായിച്ച് മനസ്സിലാക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, നിങ്ങൾ എന്ത് പറയണം, എന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അത് നിങ്ങളുടെ നാവിൽമേൽ ഞാൻ തരുമെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവെന്ന കർത്താവിൻ്റെ ഈ ലോക ജീവിതയാത്രയിൽ നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പലപ്പോഴും നാം അതിനെ ആശ്രയിക്കുവാൻ കൂട്ടാക്കാതെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ വ്യക്തിഗത സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ നിവൃത്തിയാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഫലമാകുവാൻ കഴിയുകയില്ല. എങ്കിലോ എന്നെയും നിങ്ങളെയും വിളിച്ച കർത്താവ് വിശ്വസ്തനെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ, നമ്മളെ വഴി നടത്തത്തക്കോണം ശക്തനാണെന്ന് നാം ചിന്തിക്കുമെങ്കിൽ, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര കുറവുണ്ടെങ്കിലും ആ കുറവുകൾ നികത്തിക്കൊണ്ട് ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയാകും. ഇത്രമാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 3:11 മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുവാനും ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചു. യാഥാർത്ഥ്യമാണ്. ഫറവോന്റെ സൈന്യവും ഫറവോന്റെ സാഹചര്യം നാം ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ, യഹോവയായ ദൈവം വിളിച്ചെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കൊത്തോണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് അവർ കേൾക്കുക മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോശ ഫറവോന്റെ
അവിടെ ഒരു മിസ്രൈമിനെ കൊന്നിട്ട് ഓടിപ്പോയ വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ചിലപ്പോൾ കടന്നു വരുവാൻ ഇടയാകും. അപ്പോൾ മോശ ഒരു മനുഷ്യ സാഹചര്യം വെച്ച് ചിന്തിക്കുമ്പോൾ ആ ചോദ്യം വ്യക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് മോശയെ വിളിച്ചെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വിളി യഹോവയായ ദൈവത്തിൽ നിന്നായിരിക്കുമ്പോൾ യഹോവയുടെ വിളിക്ക് യഹോവ വ്യക്തികളെ ഒരുക്കുക മാത്രമല്ല, അതിനായി യഹോവ കൂടെ വരുമെന്ന് നാം മനസ്സിലാക്കണം. അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ പുറപ്പാടിൻ്റെ 3:2 ഇപ്രകാരമാണ് പറയുന്നത്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മുൾപ്പടർപ്പ് കത്തിയെരിയുന്നുവെങ്കിലും അത് നശിച്ചു പോകുന്നില്ല എന്ന് അവൻ കണ്ടു. ഇവിടെ യഹോവയുടെ സാന്നിധ്യം ഒരു അഗ്നിയുടെ രൂപത്തിലാണ് അവിടെ മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. അതുമാത്രമല്ല, മിദ്യാൻ മരുഭൂമിയിൽ തൻ്റെ അമ്മായപ്പൻ്റെ ആടുമാടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അതൊരു ജിജ്ഞാസ ഒരുക്കും. കാരണം മുൾപ്പുടർപ്പ് കത്തുന്നത് പോലെ കാണുന്നെങ്കിലും മുൾപ്പുടർപ്പ് നശിച്ചു പോകുന്നില്ല. അത് നമ്മുടെ ഒക്കെ വ്യക്തിഗത ജീവിതത്തിലും നാം ചിലപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം ജിജ്ഞാസ ഇല്ലാത്തതുകൊണ്ട് അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്നെയോ നിങ്ങളെയോ ചിലപ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിക്കുന്ന ഒരു മുഖാന്തരമാണെന്ന് പോലും മനസ്സിലാക്കാതെ നാം പലപ്പോഴും അതിനെ മറികടന്നു പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ മോശപിതാവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കത്തുന്ന അഗ്നി എന്തെന്ന് മനസ്സിലാക്കുവാൻ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. 3:3 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മോശെ മുൾപ്പടർപ്പ് നശിച്ചു പോകാതിരിക്കുന്ന ഈ മഹത്തായ കാഴ്ച എന്തെന്ന് ഞാൻ ഇപ്പോൾ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുൾപ്പടർപ്പിൽ അഗ്നിയുടെ സാന്നിധ്യം കണ്ടിട്ടും അത് എന്തുകൊണ്ട് നശിച്ചു പോകുന്നില്ല? കാരണം യഥാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒരു അഗ്നി എന്ന് പറയുന്നത് അഗ്നിയുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉന്മൂലനാശമായി തീരേണ്ട സാഹചര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അഗ്നിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും, പക്ഷേ അഗ്നിയായി കാണുന്നുണ്ടെങ്കിലും ആ മുൾപ്പടർപ്പിന് ഒരു പ്രതിസന്ധി ഇല്ലാതെ, അല്ലെങ്കിൽ അത് നശിച്ചു പോകാതെ നിലനിൽക്കുന്ന കണ്ട് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ മുൻപോട്ട് പോകുന്ന അവസ്ഥ. ആ 3:4 അവിടെ ചെല്ലുമ്പോൾ അവൻ നോക്കുവാൻ അടുത്തു വരുന്നത് യഹോവ കണ്ടപ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് ദൈവം മോശെ മോശെ എന്ന് അവനെ വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. അപ്പോൾ യഹോവയുടെ ദൂതൻ കടന്നു വന്ന് യഹോവയുടെ സാന്നിധ്യം പ്രത്യക്ഷമാക്കുന്ന രീതിയിലുള്ള അഗ്നിയുടെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത്. കാരണം ഇവിടെ നാം വായിക്കുമ്പോൾ ആദ്യം വായിക്കുന്ന യഹോവയുടെ ദൂതൻ അവിടെ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് യഹോവ മോശെ അതിനടുത്ത് വരുന്നതായി കണ്ടെന്ന് മാത്രമല്ല, അവിടെ പേര് വിളിക്കുന്നൊരവസ്ഥ, മോശെ മോശെ. അപ്പോൾ എന്നെയും നിങ്ങളെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നത് നാം മനസ്സിലാക്കണം. നമ്മൾ എന്താണെന്നും നമ്മുടെ സാഹചര്യം എന്താണെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും നമ്മുടെ കഴിവുകൾ എന്താണെന്നും ഒക്കെ വ്യക്തതയോട് മനസ്സിലാക്കി ഇത്രയും ജനമധ്യത്തിൽ നമ്മുടെ പേര് വിളിക്കുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ അത് മുഴുകിപ്പോകുന്നു. കാരണം ദൈവത്തിൻ്റെ വേലയ്ക്കായി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ഈ ശബ്ദം കേൾക്കാതെ പോകുന്നത് നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും കരുതുന്നത് എനിക്കൊരു കഴിവില്ല, എനിക്ക് ഈ കുറവാണ്, എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമില്ല. അങ്ങനെ ഒരു ചിന്തയിൽ കടന്നു പോകുമ്പോൾ ആ ശബ്ദം കേട്ടാൽ പോലും നമുക്ക് തോന്നിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ വ്യക്തമായി ആ വിളി കേൾക്കുമ്പോൾ ഞാൻ ഇതാ എന്നാണ് മോശയുടെ പ്രതികരണം. മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 5-6 വായിക്കുമ്പോൾ
ഇങ്ങോട്ട് അടുത്തു വരരുത്. ഇങ്ങോട്ട് അടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ എന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് ദൈവം കൽപ്പിച്ചു. എന്ന് ദൈവം കൽപ്പിച്ചു. ഞാൻ നിന്റെ പിതാവിന്റെ ദൈവവും ഞാൻ നിന്റെ പിതാവിന്റെ ദൈവവും അബ്രഹാമിന്റെ ദൈവവും അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്നും അരുളിച്ചെയ്തു. എന്നും അരുളിച്ചെയ്തു. അപ്പോൾ മോശ മുഖം മറച്ചു. അപ്പോൾ മോശ മുഖം മറച്ചു. എന്തെന്നാൽ എന്നാൽ അവനെ ദൈവത്തെ നോക്കുവാൻ ഭയമായിരുന്നു. അവന് ദൈവത്തെ നോക്കുവാൻ ഭയമായിരുന്നു. ദൈവം തന്നെ ദൈവത്തെ പറ്റി സാക്ഷീകരിക്കുന്നൊരു കാര്യമാണ്, ഞാൻ എബ്രാഹിമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ആ 3 പിതാക്കന്മാരെ പറ്റി നാം ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നുപോയ വ്യക്തിയാണ് എബ്രാഹിം പിതാവ്. വിശ്വാസത്തിൻ്റെ സന്തതിയായി സാറായ്ക്ക് നൽകിയ മകനാണ് ഇസാക്ക്. ദൈവത്തിൻ്റെ ദൂതനുമായി മല്ലിട്ട് അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിയ വ്യക്തിയാണ് യാക്കോബ്. അപ്പോൾ വ്യത്യസ്തമായ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കാണിക്കുന്നതും വിശ്വാസത്തിൻ്റെ നിറവ് കാണിക്കുന്നതുമായ 3 പിതാക്കന്മാരെ ചൊല്ലിയാണ് അവിടെ യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മൾ മറന്നുപോകാറുണ്ട്. ഇവിടെ മോശെ അത് ഓർമ്മിപ്പിക്കുവാൻ ഇടയാകുന്നത് ആരാണ് അവരെ വിളിപ്പിക്കുന്നതെന്നുള്ള ബോധ്യം നൽകുവാൻ വേണ്ടിയാണ്. ഇത്ര വ്യക്തതയോടെ അതിനു മുമ്പ് ആദ്യം പറയുന്നത് അവൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം ആ സ്ഥലം വിശുദ്ധമാക്കിയിരിക്കുന്നതിനാൽ അത് വിശുദ്ധ സ്ഥലമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമായി മാറിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നെങ്കിൽ, ദൈവിക സാന്നിധ്യത്താൽ നാം ജീവിക്കുന്നത് പറയുമെങ്കിൽ, നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലമായിട്ടാണോ അതോ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ മ്ലേച്ഛതകൾ കലർന്ന ജീവിത ശൈലിയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ ആദ്യ ആവശ്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊരു വിശുദ്ധിയുടെ ആവശ്യം വരും. കാരണം ദൈവത്തിൻ്റെ വിളി കേട്ട് കഴിയുമ്പോൾ വിശുദ്ധമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ നാം വസിക്കുന്ന ഭവനം ആദ്യം വിശുദ്ധമായി തീരണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് ഉപയുക്തമാക്കുവാൻ കഴിയുകയുള്ളൂ. ഭാര്യ ഭർത്ത ബന്ധത്തിൽ നാം ഏക മനസ്സുള്ളവരായി, ഏക ചിന്തയുള്ളവരായി, ഏക ലക്ഷ്യമുള്ളവരായി തീരണം. ഇന്ന് പലപ്പോഴും അനേകർക്ക് ദൈവത്തിൻ്റെ വേലയിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ ഒന്നെങ്കിൽ ഭാര്യ തടസ്സമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് തടസ്സമായിരിക്കും. ആരെ വിളിക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ചിലപ്പോൾ തൻ്റെ ഭർത്താവിനെ ആയിരിക്കും വിളിക്കുന്നത്, ചിലപ്പോൾ ഭാര്യ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷെ ആരെ വിളിച്ചാലും പരസ്പരം കൈത്താങ്ങ് കൊടുത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നാം നമ്മുടെ പ്രവർത്തനത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് പ്രതിസന്ധി ആയിത്തീരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് എൻ്റെ പ്രവർത്തനത്തിൽ പ്രതിസന്ധിയായി തീരുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അതിൻ്റെ അർത്ഥം നിൻ്റെ ഭവനം വിശുദ്ധമായി തീർന്നിട്ടില്ല. നിൻ്റെ ഭവനത്തിൽ ആ ഏക മനസ്സിൻ്റെ അവസ്ഥയായി തീർന്നിട്ടില്ല. ഏക മനസ്സിൻ്റെ അവസ്ഥയായി തീരുമ്പോൾ ഏകമായി ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേലകൾക്ക് ഭംഗം വരുത്തുവാൻ ഇടയാത്ത വണ്ണം പ്രവർത്തിക്കുക മാത്രമല്ല, പരസ്പരം ബലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. ഒരാൾ ക്ഷീണിതമായി തീരുമ്പോൾ മറ്റൊരാൾ പ്രാർത്ഥനയോടെ ബലപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ സന്നിധിയിൽ നിലവിളിക്കുന്ന അവസ്ഥയായി മാറണം. ഇന്ന് പലപ്പോഴും അപ്രകാരം കഴിയാതെ പോകുന്നത് ലോകമോഹങ്ങളിലായിത്തീരുന്ന ഒരു ജീവിത കാലയളവിൽ നാം ജീവിക്കുമ്പോൾ ദൈവമാണ് നമ്മെ വിളിച്ചെന്നുള്ളൊരു ബോധ്യമില്ല. ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ കുടുംബമായി വിളിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നാം കുടുംബമായി തന്നെ പ്രവർത്തിക്കുവാൻ സന്നദ്ധരായിത്തീരണം. ദൈവം വേറിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വിളി മനസ്സിലാക്കുക മാത്രമല്ല, അതിനായി സ്വയം സമർപ്പിച്ചു കൊടുത്ത് ജീവിതത്തിൽ മുൻപോട്ട് പോകണം. ചിലപ്പോൾ കടന്നു പോകുമ്പോൾ അനേകമായ ക്ലേശങ്ങളും വേദനകളും പ്രതിസന്ധികളും കടന്നു വന്നിരിക്കും. അവിടെയൊന്നും തളരാതിരിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം സദാ നമ്മുടെ ഭവനത്തിൽ നിലകൊള്ളത്തക്കവണ്ണം നാം പ്രാർത്ഥിക്കുമെങ്കിൽ, നാം അതിനു വേണ്ടി ജാഗരിച്ച് നിലവിളിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവമാക്കുക മാത്രമല്ല, കർത്താവ് നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചെന്നോ
അത് നിവൃത്തിയാക്കത്തക്കണം നമ്മെ വഴി നടത്തുവാൻ ഇടയാക്കും. മുമ്പോട്ട് വായിക്കട്ടെ. 3:7-8 വായിക്കുമ്പോൾ യഹോവ അരുളി ചെയ്തത്, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ നിശ്ചയമായും കണ്ടിരിക്കുന്നു. ഞാൻ നിശ്ചയമായും കണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരായ മേലധികാരം നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അതുകൊണ്ട് അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുന്നതിനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര വ്യക്തതയോടാണ് ദൈവം അവരുടെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അവരെ വിടുവിക്കുക മാത്രമല്ല, അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹപ്രദമായ കനാൻ ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നെന്ന് പറയുന്നത്. എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, നമ്മെ ആക്കി വച്ചിരിക്കുന്ന ജനതകളുടെ അനുഗ്രഹത്തിലൂടെയാണെന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ചിന്തിക്കുവാൻ കഴിയാതെ പോകുന്നത്, നാം സ്വാർത്ഥ താല്പര്യമുള്ളൊരു ജീവിത ശൈലിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ അനുഗ്രഹം, എൻ്റെ ആരോഗ്യം, എൻ്റെ എന്ന് മാത്രം. നിന്നോടൊപ്പം നീ പ്രാർത്ഥിക്കുന്ന വായിലിരിക്കുന്ന മറ്റൊരു സഹോദരൻ കടന്നു പോകുന്ന വേദന കാണുവാൻ കഴിയാതെ പോകുന്നെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ ദൈവമില്ല. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, കർത്താവിനെ രുചിച്ചറിയുന്നവർ, കർത്താവിനെ കണ്ടെത്തിയെന്ന് പറയുന്നവർ, ഇന്ന് പലതും കേൾക്കാണ്. പുതിയ സൃഷ്ടിയായെന്നൊക്കെ പറഞ്ഞ് ആഹ്വാനമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നീ പുതിയ സൃഷ്ടിയായി തീർന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയുണ്ട്. ആ വിളി എന്ന് പറയുമ്പോൾ നിന്നെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ, വയൽ പ്രദേശങ്ങളിൽ, സാഹചര്യങ്ങളിൽ, അന്ധകാരത്തിൻ്റെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കടന്നു പോകുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായി, കുടുംബമായി, ഭവനമായി മാറണം. അതിനായി നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ വ്യക്തിയായി, കുടുംബമായി, ഭവനമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മെ കാണുന്നവർക്ക് ദൈവിക സാമീപ്യം അനുഭവമാക്കത്തക്കോണം ഇടയാക്കുന്നതോടൊപ്പം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവമാക്കുവാൻ, ശാന്തത അനുഭവമാക്കുവാൻ ഇടയാകുമെങ്കിൽ അപ്പോഴാണ് നാം യഥാർത്ഥമായി ദൈവത്തിൻ്റെ വിളി കേട്ടവരായി മാറുന്നത്. വിളി കേട്ടതുകൊണ്ട് മാത്രമല്ല, അതിനൊത്തവണ്ണം പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നാം സന്നദ്ധരായി തീരണം. ഇവിടെ അത്ര വ്യക്തതയോടാണ് യഹോവയായ ദൈവം പറയുന്നത്. അവരെ വിടുവിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക്, അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹമായ കനാൻ ദേശത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നാണ് പറയുന്നത്. അതിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ 3:9-10 വായിക്കുമ്പോൾ, ഇപ്പോൾ ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമർ അവരെ പീഡിപ്പിക്കുന്ന വിധങ്ങളും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ വരിക, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. നാം ഇവിടെ ദൈവത്തിൻ്റെ സംഭാഷണം മോശയോട് നാം ചിന്തിക്കുകയാണെങ്കിൽ, ആദ്യം ദൈവമാരാണെന്ന് പൂർവ്വപിതാക്കന്മാരെ സാക്ഷീകരിച്ച് പറയുന്നു. രണ്ടാമത് അവർക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹ ദേശത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമത് അവരുടെ കഷ്ടത, അവരുടെ പ്രയാസങ്ങൾ കണ്ടെന്നു മാത്രമല്ല, അതിനായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു വിടുവിക്കുവാൻ. യഹോവയായ ദൈവം മനുഷ്യനോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിന്നെ വിടുവിക്കുവാനായി തെരഞ്ഞെടുത്തു. പക്ഷെ പലപ്പോഴും ആ വിടുവിക്കുവാനായി തെരഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥമായി നാം അതിനായി നമ്മെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ?
ഇവിടെ മോശ പിതാവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ആദ്യത്തെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും രണ്ടാമത്തെ 40 വർഷം മിദ്യാന മരുഭൂമിയിൽ തൻ്റെ അമ്മായപ്പൻ്റെ ആടുമാടുകളെ മേയിച്ച് നടക്കുന്ന അവസ്ഥ. ദൈവം യഥാർത്ഥത്തിൽ മോശയുടെ പ്രവർത്തനത്തിനായി ഒരുക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അവനിൽ കൂടെ സഫലീകരിക്കത്തക്കോണം ദൈവം മോശയെ ഒരുക്കുകയായിരുന്നു. പക്ഷെ മോശ ചിന്തിക്കുമ്പോൾ, ബലഹീനനായ ഞാൻ എന്ത് യോഗ്യതയാണ്? 40 വർഷം മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു പോകും. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അപ്രകാരമല്ലേ? ദൈവം നന്മകളാൽ വഴി നടത്തി ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി നമ്മെ ഒരുക്കി ഒരു ദേശത്താക്കി വച്ചിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലകളെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാതെ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനത്തിൽ നിന്ന് നാം മാറി നിൽക്കുകയാണെങ്കിൽ, ഓടിപ്പോവുകയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന കനാൻ ദേശത്തിൻ്റെ അനുഗ്രഹം ഒരിക്കലും പ്രാപിക്കുവാൻ കഴിയുകയില്ല. ദൈവം അനുഗ്രഹിക്കത്തക്കവണ്ണം ഇറങ്ങി വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നാം അതിന് ഒഴിവുകൾ പറഞ്ഞ് മാറിപ്പോവുകയാണെങ്കിൽ, അത് തന്നെയാണ് മോശ പിതാവ് അവിടെ ആരംഭിക്കുന്നത്. 11-ാം വാക്യത്തിൽ യഥാർത്ഥത്തിൽ മോശ ദൈവത്തോട് പറയുന്നത് എന്താണ്? എന്നാൽ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാനും ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചു. അബ്രഹാം പിതാവിനെ വഴി നടത്തിയ ദൈവം, ഇസാക്കിനെ വഴി നടത്തിയ ദൈവം, യാക്കോബിനെ വഴി നടത്തിയ ദൈവം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വഴി നടത്തിയ ദൈവത്തെ മറന്ന് പ്രവർത്തിച്ച് സംസാരിക്കുന്നൊരവസ്ഥയാണ്. യഹോവയാൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമ്പോൾ നാം ലോകപ്രകാരം അതിനുള്ള എല്ലാ കാര്യങ്ങളും പോകും വഴി കണ്ടുപിടിക്കുവാൻ പരിശ്രമിച്ച് ഒരിടത്തും ഒരു വാതിലും ഇല്ലെന്ന് കാണുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത്. എങ്കിലോ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രയാസ പ്രതിസന്ധി മേഖലകളിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിലവിളിക്കുമെങ്കിൽ ദൈവം നിന്നെ അതിനായി ഒരുക്കുവാൻ, നിന്റെ പ്രവർത്തനത്തിനായിട്ട് മാറ്റുവാൻ, നിന്റെ വിടുതലിന് മാത്രമല്ല, അനേകരുടെ ജീവിതത്തിൽ നീ ഒരു സാക്ഷ്യമായി അനേകരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിന്നെ ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം അതിനായി സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ 1:26-27 ഇപ്രകാരം പറയുന്നുണ്ട്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുവിൻ. ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജ്ഞാനികളെ അല്ല, ബലവാന്മാരെ അല്ല. കാരണം നാം കർത്താവിൻ്റെ ജീവിത ശൈലി നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായി തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരല്ല, ബലമുള്ളവരല്ല, മുക്കുവന്മാരും അങ്ങനെ ഉള്ള വ്യക്തികളെയാണ് ദൈവം അവരെ ഉപയോഗിച്ചാണ് ക്രൈസ്തവ സമൂഹത്തിനെ ലോകമെമ്പാടും ദൈവം സ്ഥാപിച്ചത്. നാം ചിന്തിക്കും, അപ്പോൾ പൗലോസ്ലീഹ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത്? ഇത്രമാത്രം ദൈവത്തിൻ്റെ ലേഖനങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് അപ്രകാരം പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ലാഭമായതെല്ലാം ഛേദമായി എട്ടിക്കൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിലും പ്രയാസത്തിൻ്റെ മേഖലകളിലും കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ കൃപ മതി നിനക്ക് സകലത്തിലും മതിയാവനായി തീരുവാൻ. ആ കർത്താവാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 1:28-29 വായിക്കുമ്പോൾ,
ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ ലോകം നിസ്സാരമെന്ന് കണക്കാക്കുന്നവയെയും നിന്ദ്യമായവയെയും ഒന്നുമില്ലാത്തവയെയും ദൈവം തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. അപ്പോൾ നാം നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും നമ്മുടെ ബലത്തിലും ഒക്കെ ചെയ്താൽ ദൈവത്തിന് പ്രശംസ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ദൈവം മോക്ഷമായവരെയും ബലഹീനരായവരെയും തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ദൈവം ആക്കി വെക്കുന്നത്. ദൈവത്തിന് മഹത്വീകരിക്കത്തക്കോണം, ദൈവത്തിന് മഹത്വം കിട്ടത്തക്കോണമായി തീരുവാൻ 1 കൊരിന്ത്യർ 1:9 ഇപ്രകാരം പറയുന്നുണ്ട്: തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. അത് 1 തെസ്സലോനിക്കർ 5:24 വ്യത്യസ്തമായത് പറയുന്നുണ്ട്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. അപ്പോൾ എന്നെ നിങ്ങളെ ദൈവത്തിന്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയത്തിന്റെ ആത്മാവല്ല, ഭീരുത്വത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്. ഉറപ്പും ധൈര്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നാം കാഴ്ചയോട് വെക്കുകയാണെങ്കിൽ ഇന്ന് ലോകം കടന്നു പോകുന്ന ഈ അന്ധകാര ബന്ധനത്തിൽ നിന്ന് അനേകരെ വിടുവിക്കുവാൻ മാത്രമല്ല, അനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് നിത്യതയിലേക്ക് നയിക്കത്തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരെ ഒരുക്കുവാൻ കഴിയും. പക്ഷെ അതിനായി എന്നെ നിങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദൈവമാണ് വിളിച്ചെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ തെസ്സലോനിക്കയിലും 1 കൊരിന്ത്യരിലും പറയുന്നത് പോലെ അവൻ വിശ്വസ്തനാണ്, നമ്മളെ കൈവിടാത്തവനാണ്, നമ്മളെ വിളിച്ച കാര്യങ്ങൾ നിവർത്തിയാക്കത്തക്കോണം നമ്മളോട് കൂടെ നടക്കുന്നവരാണ്. അപ്രകാരം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ സഭകളും ശുശ്രൂഷകളും വയൽപ്രദേശങ്ങളും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസ്തുതാനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയെടുത്ത കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. നിന്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ വിളിക്ക് യോഗ്യവണ്ണം ഞങ്ങളായിത്തീരുവാൻ കർത്താവ്, അത് മനസ്സിലാക്കി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പലപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളായിത്തീരുവാനോ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനോ കഴിഞ്ഞില്ല. എങ്കിലോ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ നിറവിൽ കാഴ്ചയോടെ വെച്ച് കർത്താവേ, ഇന്ന് ആ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ കടന്നു പോകുന്ന അനേകരെ നിന്റെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, നിന്നിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇവിടുത്തെ ഉപയോഗിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.